ഇതിനായിട്ട് നമുക്ക് 2 സ്പഞ്ച് കേക്ക് വേണം. അപ്പോൾ ഞാൻ സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിൽ കാണിക്കുന്നില്ല. മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക, അറിയാത്തവരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അതും കൂടി ഇട്ടാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു കരുതിയിട്ടാണ്. ഇത് ഞാൻ സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലുമാണ് 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് കേക്ക് വേണ്ടത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. റൗണ്ടിലായാലും സ്ക്വയറിലായാലും 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ നടുഭാഗത്ത് നിന്നും ചെറുതായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുപ്പിയുടെ അടപ്പാണ്, അല്ലെങ്കിൽ മൂടിയാണ്. അപ്പോൾ ആ അടപ്പ് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള അടപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 കിലോയുടെ കേക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്ക് ശരിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അതേ അളവിൽ ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള കേക്കും ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തിരുന്നു, അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കേക്കിൻ്റെ അതേ അളവിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അല്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ വീതി അളന്നിട്ട് അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നമ്പർ 2ൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊന്ന് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൽ നിന്നും ഒരു ലെയർ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുള്ളത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് അടിഭാഗത്തായിട്ട് ഇത് കേക്ക് ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാരണം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ലൈറ്റ് യെല്ലോയിഷ് കളറാകുന്ന സമയത്ത് നമുക്കതൊന്ന് മാറ്റാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും.
ഇനി ഞാൻ ഇതിന്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കേക്കിന്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കണം. മുകളിലായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ബദാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞതുമാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഒക്കെ ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് 4 ബൗളുകളിലാക്കിയിട്ട് നമുക്കൊന്ന് കളേഴ്സ് ഒന്ന് ഇത് ഫ്ലവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ്. പിന്നെ ഇത് നമ്മൾ ലീഫ് വരക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ്. അതുപോലെ തന്നെയുള്ള നോസിലാണ് ഇതും. രണ്ടും ഇലകൾ വരക്കാൻ വേണ്ടിയിട്ട് സാധാരണയായി യൂസ് ചെയ്യുന്നതാണ്. അത് ചെറുതും വലുതുമാണെന്നേ ഉള്ളൂ. ഇനി ഇതാണ് നമ്മൾ സാധാരണയായിട്ട് റോസ് ഫ്ലവർ നെയിൽ വെച്ചിട്ട് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോസില്. ഇത് സാധാരണയായി നമ്മൾ ഇല വരക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന നോസിലാണ്. നമുക്ക് ഇല വരക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച 2 നോസിലുകളും ഇല വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ നോസിൽ നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാസ്ക്കറ്റിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിലാണ്. അപ്പോൾ ഇത്രയും നോസിലുകളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഓരോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് റോസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഫ്ലവർ നെയിൽ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം ഫ്ലവർ നെയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ ഫ്ലവർ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ തന്നെ ഒന്ന് സാവധാനം ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും റോസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നോസിലിൻ്റെ തിന്നായിട്ടുള്ള ഭാഗം നമ്മൾ മുകളിലേക്ക് പിടിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നടുഭാഗത്തായിട്ട് ഫ്ലവർ നെയിലിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക.
നോസിൽ വെച്ചിട്ടുള്ള അതേ ഫ്ലവർ തന്നെ ഒന്ന് ഫ്ലവർ നെയിൽ യൂസ് ചെയ്തിട്ടൊന്ന് ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ റോസ് ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്ലവർ നെയിലാക്കി കൊടുത്തിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ ചെറിയ കഷ്ണം എടുത്തിട്ട് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക, അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ നോസിൽ വെച്ചിട്ട് ഒന്നങ്ങ് വിപ്പിംഗ് ക്രീം ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതുപോലെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇപ്പോൾ കേക്കിൽ ചെയ്ത പോലെ തന്നെ അതേ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ചെയ്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേക്കിൽ നേരിട്ട് ചെയ്തത്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റോസ് ചെയ്ത പോലെ തന്നെ ഒന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് കേക്കിലേക്ക് എടുത്തു വെച്ചാലും മതി. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്യുന്ന അതേ ഒരു മോഡലിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്, വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.